ഓപ്പറേഷൻ സിന്ദൂരിൽ കോൺഗ്രസ് വാദങ്ങളുടെ മുനയൊടിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാമിൽ ആക്രമണം നടത്തിയ 3 ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ചുവെന്ന് അമിത്ഷാ ലോക്സഭയിൽ അറിയിച്ചു. ലഷ്കർ തൊയ്ബ കമാൻഡർ സുലൈമാനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ. ഭീകരരുടെ ആയുധങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഉറപ്പിച്ചു. അതേസമയം ജവഹർലാൽ നെഹ്റുവിനെ അമിത്ഷാ കടന്നാക്രമിച്ചു. നെഹ്റുവിന്റെ തെറ്റായ തീരുമാനമാണ് എക്സൈച്ചിൻ ഭൂമി നഷ്ടപ്പെടാൻ കാരണം. നെഹ്റു മുതൽ രാഹുൽ വരെയുള്ള തലമുറയ്ക്ക് ചൈനയോടാണ് കൂറ്. ഇത്രയും തെളിവുകൾ ഉള്ളപ്പോഴും പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകാനാണ് മുൻ ആഭ്യന്തരമന്ത്രി ചിദംബരം ശ്രമിച്ചതെന്നും അമിത്ഷാ വിമർശിച്ചു. അതേസമയം അമിത്ഷായുടെ പ്രസംഗത്തിന് കൈയടിച്ചിട്ടുണ്ട് ശശി തരൂർ MP. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂരിൽ കോൺഗ്രസ് വാദങ്ങൾ അദ്ദേഹം നഖശിതാന്തരം എതിർത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, പഹൽഗാമിൽ ആക്രമണം നടത്തിയ 3 ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റുവിനെ വലിയ രീതിയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ദേവിക, പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് കൂടാതെ ഈ വിഷയങ്ങളിൽ രാജ്യത്തിന്റെ സൈന്യത്തിനെതിരെ പോലും ചോദ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസിനുള്ള മറുപടിയുമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലോക്സഭയിലെ പ്രസംഗം. അദ്ദേഹം ആദ്യം തന്നെ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാമിൽ ബൈസരൻ വാലിയിൽ നമ്മുടെ പൗരന്മാരുടെ മതം ചോദിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്തിയിട്ടുള്ള സുലൈമാൻ ഉൾപ്പെടെയുള്ള 3 ഭീകരരെയും വധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പാർലമെന്റിൽ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഈ ആളുകളെ തിരിച്ചറിയുക മാത്രമല്ല, ഈ ഭീകരരുടെ ആയുധങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർ തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അമിത്ഷാ ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പറയുമ്പോൾ പ്രതിപക്ഷത്തിനും സന്തോഷമാകും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത്തരത്തിലൊരു സന്തോഷം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല എന്ന് മാത്രമല്ല, അവർ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന വിമർശനം കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച ചിദംബരം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെയും രൂക്ഷമായി അമിത്ഷാ വിമർശിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള പാകിസ്ഥാൻ ഭീകരരുടെ പാകിസ്ഥാനിലെ വോട്ടർ ID കാർഡ് നമ്പർ വരെ ശേഖരിച്ചിട്ടുണ്ടെന്നും NIA കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഭീകരരെ തിരിച്ചറിയുകയും ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും പാകിസ്ഥാനെ വെള്ളപൂശുന്ന, പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്ന കോൺഗ്രസിന് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശവും അധികാരവും പോലുമില്ല എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ജമ്മു കാശ്മീരിൽ നിന്ന് ഭീകരവാദ റിക്രൂട്ട്മെന്റും സൈന്യത്തിനും സാധാരണക്കാർക്കും നേരെയുള്ള കല്ലേറും അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് മോദി സർക്കാരിൻ്റെത്. ജനങ്ങളുടെ സമാധാനം കളയുന്ന ഭീകരവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്നും അത് സ്വീകരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ഈ ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയവർക്കും ഒപ്പം ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരാക്രമണം നടത്തിയവർക്കും കനത്ത മറുപടിയാണ് രാജ്യത്തിന്റെ സൈന്യം നൽകിയിട്ടുള്ളത് എന്ന കാര്യം കൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടി. കൂടാതെ നെഹ്റു മുതൽ രാഹുൽ വരെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് അമിത്ഷാ നടത്തിയിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ തലതിരിഞ്ഞ നയവും തെറ്റായ നിലപാടുകളുമാണ് അക്സൈച്ചിനിലെ ഭൂമി നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ളത്. കൂടാതെ പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീർ ആ ഒരു ഭൂപ്രദേശം നഷ്ടപ്പെടുന്നതിനും കാരണമായി. ഭീകരവാദികൾക്ക് മറുപടി നൽകാൻ പല ഘട്ടത്തിലും രാജ്യത്തിൻ്റെ സൈന്യം തയ്യാറായപ്പോഴും ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് സർക്കാർ വരെയുള്ള കോൺഗ്രസ് ഭരണാധികാരികൾ അതിന് തയ്യാറായില്ല. 2005 മുതൽ 2011 വരെ മൻമോഹൻ സിംഗ് സർക്കാർ കാലത്ത് ഭീകരാക്രമണങ്ങൾ നടന്നപ്പോൾ ഭീകരവാദികളുടെ ഫോട്ടോ പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് സർക്കാർ ചെയ്തതെന്നും അമിത്ഷായുടെ പ്രസംഗത്തിന് വലിയ കയ്യടിയോടുകൂടി സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ MP എന്നുള്ളൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. ജിഷ്ണു ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.